പടം അടിപൊളിയായിട്ടുണ്ട്. പടത്തിനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇത്ര അന്ന് 2007 ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ പടം വന്നു. അപ്പൊ അന്ന് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ അതാണ് ഇന്ന് ഫസ്റ്റ് ഷോക്ക് തന്നെ വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വർഷത്തിന് ശേഷം പടം ഇറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഇപ്പൊ ഈ സിനിമ എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ആണെങ്കിലും എന്താ പറയാ, ക്യാരക്ടേഴ്സ്, ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും അത്രയും ഗംഭീരമായിട്ടുള്ള പടം. അപ്പൊ എന്തുകൊണ്ടും റിലീസ് ചെയ്യാൻ പറ്റിയ പടങ്ങളിൽ ഒരു ബെസ്റ്റ് പടം തന്നെയായിരുന്നു. അതെ, ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ആൾക്കാരിൽ ഒരാളാണ് മണിച്ചേട്ടൻ്റെ എൻട്രി എന്ന് പറയുന്നത്. കാരണം ഇന്നില്ലല്ലോ കൂടെ. അപ്പൊ അത്രയും ഗംഭീര ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ആളാണ്. അടിപൊളിയായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ്. ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. ഓരോ സീനും എൻജോയ് ചെയ്ത് തന്നെ എല്ലാവരും. അടിപൊളിയായിരുന്നു. സൗണ്ട് സിസ്റ്റം തന്നെ ഏറ്റവും ഗംഭീരമായതുകൊണ്ട് ഒന്നും പറയാനില്ല. ഗംഭീര. മണിച്ചേട്ടൻ്റെ എൻട്രി ഒന്നും പറയാനില്ല. ഗൂസ് ബംസ്, കംപ്ലീറ്റ് ഗൂസ് ബംസ്. മോഹൻലാൽ ലാലേട്ടൻ വരുന്നതിനേക്കാൾ ഒരു 2 ഇരട്ടി കൈയടിയായിരുന്നു മണിച്ചേട്ടൻ വന്ന സമയത്ത്. ഗംഭീരം, അടിപൊളി. ഫുള്ളായിരുന്നു. ഫുൾ ഒച്ചപ്പാടും ബഹളമായിരുന്നു കംപ്ലീറ്റ്. റിലീസ് ഡേ പോലെ തന്നെയായിരുന്നു തിയേറ്ററിൽ. അതുപോലത്തെ ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളി. അന്ന് കണ്ടതിനേക്കാളും ഡബിൾ ആയിട്ട് ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല, ഈ തിയേറ്ററിലെ ഡെയിലി ഒന്ന് കാണാറ്. ഇവിടുത്തെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പൊ ഇവിടെ തന്നെ വേണ്ടി വന്ന് കണ്ടു. ചോട്ടമുമ്പൈ പടം മിനിമം ഒരു 100 തവണയെങ്കിലും ഈ പടം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പടം കണ്ടിരുന്നാലും ഇപ്പൊ തിയേറ്ററിൽ വരുമ്പോ, കാരണം തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ഒരു പടമാണ് ചോട്ടമുമ്പൈ. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നമ്മൾ കയറി കണ്ടു. ആ 4K ക്ലാരിറ്റിയിലുള്ള ചെറിയ ബ്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സൗണ്ടൊക്കെ കിട്ടില്ലായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതിൽ പാട്ടുകൾ, എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് വെച്ചാണ്. പിന്നെ ആ ലാസ്റ്റ് വാസ്കോഡിഗാമ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെന്ന് പറഞ്ഞാലേ ഗംഭീരമാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വന്ന് കാണാവുന്ന ഒരു പടമാണ് ചോട്ടമുമ്പൈ. എന്തായാലും കയറി കണ്ടു നോക്കും. കിടിലൻ പടം. പിന്നെ ഇതിൽ ആക്ടിങ് വെച്ച് നോക്കുമ്പോൾ പഴയ പ്രതിഭകൾ ഒരുപാട് പേര്. ഇപ്പം കലാഭവൻ, അതേപോലെ തന്നെ രാജേന്ദ്ര ദേവ്, പിന്നെ ജഗതി എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു കാര്യത്തിലാകെ ഈ പടത്തിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അതാണ് ഇപ്പൊ വീണ്ടും കണ്ടപ്പോൾ തോന്നിയത്. ഞാനിപ്പോഴും തിയേറ്ററിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ആ സമയത്ത് അന്നേരം ചെറുതായി പോകാൻ പറ്റില്ലായിരുന്നു. സോ ലാലേട്ടൻ്റെ അഴിഞ്ഞാടിയ ഒരു സിനിമ, അത് ഡാൻസ് ആയാലും പാട്ടായാലും ആക്ഷൻ ആയാലും അതിന്റെ സെലിബ്രേഷൻ, അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഒരു പുതിയ പടം കാണുന്ന ഇമ്പാക്ട് തന്നെയായിരുന്നു. ലാലേട്ടൻ്റെ ഇൻട്രഡക്ഷൻ ഇത് ഹൗസ്ഫുൾ ആയിരുന്നു. കയ്യടി, മേളം, ഡാൻസ്, പിന്നെ ആ പാട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു കൊച്ചിക്കാരൻ ഏത് ഇയർ വന്നാലും ഒരു ആണെങ്കിലും ആ പാട്ട് പാടാണ്ടിരിക്കില്ല. സോ എല്ലാം കൊണ്ടും ഒരു അടിപൊളി. ഇത് 4K അറ്റ്മോസ്ഫിയർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവർ കാണുമ്പോൾ നല്ല തിയേറ്ററിൽ കാണാൻ നോക്കുക. കാരണം അറ്റ്മോസ്ഫിയർ എഫക്റ്റ് ഒക്കെ നല്ല ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ മാത്രമല്ല, ജഗതി ചേട്ടൻ, ഈ പറഞ്ഞ പോലെ മുള്ളൻ ചന്ദ്രപ്പൻ, പാമ്പ്, അവരുടെയൊക്കെ ഐക്കോണിക് ഡയലോഗ്സ് നമ്മൾ റിയൽ ലൈഫിൽ പോലും അവരുടെ കോമഡി സീൻസ്, കോമഡി ഡയലോഗ്സ് ഉപയോഗിക്കാറുണ്ട്. സോ മണിച്ചേട്ടൻ്റെ നടേഷൻ എന്ന് പറഞ്ഞ വില്ലൻ, എൻ്റെ അമ്മ, എനിക്ക് അന്ന് അത്രയും പ്രൈസ് ചെയ്യപ്പെട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം ഭയങ്കര സെറ്റിലായിട്ടുള്ള, അധികം ഇല്ല, ആ പടം 20-30 മിനിറ്റ്സ് ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ശരിക്കും വരുമ്പോൾ മറ്റേ ഡയലോഗ് ഉണ്ടല്ല, നിന്റെ മകനെ ഞാൻ കൊല്ലും, അതൊക്കെ ഭയങ്കര സീൻ ഡയലോഗല്ലേ. സോ അതൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഔട്ട് ആൻഡ് ഔട്ട് ആഘോഷിക്കാൻ ഒരു അല്ലേ പടം അറിയാലോ. പക്ഷെ തിയേറ്ററിൽ കാണുമ്പോൾ പാക്ഡ് ഓഡിയൻസ് ആയിട്ട് കാണാം, ലാലേട്ടൻ ഫാൻസ് ആയിട്ട് കാണാം. സോ ആഘോഷമായിരുന്നു. ചാലക്കുടിക്കാരനാണ് ഞാൻ. മണിച്ചേട്ടൻ്റെ സീനാണ് ഭയങ്കര ഇടിയിട്ട്. എന്താ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മണിച്ചേട്ടനെ മുതൽ കാണാൻ പറ്റിയ നല്ല കാര്യമായി. സന്തോഷം കാണാൻ പറ്റിയത്. തിയേറ്ററിൽ ഓളായിരുന്നു. എന്തായാലും പ്രതീക്ഷിച്ച ഓളം കിട്ടി. എന്തായാലും എത്തിരി എക്സ്പീരിയൻസ് കാണാൻ പറ്റിയത് നന്നായി. ചോട്ടാമുമ്പൈ പറയാനില്ല, പണ്ടത്തെ സിനിമയുള്ള ആ ടൈമിൽ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷെ പിന്നെ ഒന്നും കൂടി കാണാനുള്ളൊരു കൗതുകം കൊണ്ട് വന്ന് കണ്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ ഒരു എന്താ പറയാ, ആ ഒരു വൈബ് വേറെയും ഈ ഒരു വൈബ് വേറെയും ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ ഒരു ചോട്ടാമുമ്പൈ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആ ടൈമിൽ ഈ ചോട്ടാമുമ്പൈ ഉണ്ടായില്ല, ഇവിടുത്തെ 7A ക്വാളിറ്റി ചോട്ടാമുമ്പൈ ഉണ്ടായില്ല. അതുണ്ട്. പഴയ പിള്ളേര് ബേസിക്കലി ഞാൻ കൊച്ചിയാണ്. അപ്പൊ ആ ഒരു കൊച്ചി പിന്നെയും കണ്ടപ്പോ, പഴയ കൊച്ചി പിന്നെയും കണ്ടപ്പോ കുറെ നൊസ്റ്റ്, കുറെ പഴയ ഫീലിംഗ് ഒക്കെ വന്നു. എന്തായാലും എന്താണ് അതാ എടുത്തു പറയേണ്ടത്, വിട്ടുപിരിഞ്ഞു പോയ മണിച്ചേട്ടനാണ്. കാരണം പുള്ളി അടിപൊളി ഒരു റോള് ചെയ്ത് വെച്ചിട്ട് പിന്നെയും അത് കാണാ എന്നുള്ളൊരു ഭാഗ്യം കിട്ടിയത്, അതും തിയേറ്ററിൽ, ഈ തലമുറക്ക് പിന്നെയും തിയേറ്ററിൽ പുള്ളിയുടെ റോള് കാണാൻ പറ്റിയത് ഭയങ്കര ഒരു തന്നെയാണ്.